നമസ്കാരം, ഷെയറാണ്. ഇന്ന് നമുക്കിവിടെ ഇൻഷുറൻസ് ഏജന്റുമാർക്ക്, അതായത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഏജന്റുമാർക്ക് പോർട്ടലിനെ കുറിച്ച് പറഞ്ഞുതരാം. ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ന്യൂ ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.web.newindia.co.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ്ലി കസ്റ്റമർ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഇന്റർമീഡിയറ്റ്ലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ യൂസർ നെയിമും പാസ്വേഡും നമ്മളിവിടെ ഓട്ടോമാറ്റിക് സെറ്റഡാണ് ചെയ്ത് കൊടുക്കും. ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളത് ബ്രിഡ്ജാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെരിഫൈ കൊടുത്തു. അപ്പോൾ ആ ടിക്ക് വന്നു കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കുക. ഫസ്റ്റ് ലോഗിൻ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു വിൻഡോ വരും. അതായത് ഗെറ്റ് പ്രൊമോട്ട് പോളിസി റിലേറ്റഡ് സർവീസ് 24/7 വാട്സപ്പിൽ ഈ നമ്പറിൽ നമ്മൾ എന്തെങ്കിലും വാട്സപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ മൊബൈൽ നമ്പറിൽ ക്ലെയിം നമ്മളിപ്പോൾ ഒരു പോളിസി ഇഷ്യൂ ചെയ്ത സമയത്ത് മൊബൈൽ നമ്പർ കൊടുത്തു കാണും. അതേ മൊബൈൽ നമ്പറിൽ വാട്സപ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പോളിസി ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാൻ, ക്ലെയിം സ്റ്റാറ്റസ് അറിയാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് അത്രയും സർവീസുകളൊക്കെ അത്രയും പെട്ടെന്ന് തന്നെ കിട്ടിപ്പോരുന്നതാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതൊരു നോട്ടിഫിക്കേഷൻ മാത്രമാണ്. ക്ലോസോ അല്ലെങ്കിൽ ഓക്കെ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് വിൻഡോ ഇങ്ങനെയാണ് വരുന്നത്. മൈ ഡാഷ്ബോർഡ്, പ്രൊഡക്റ്റ്, ക്വിക്ക് സർവീസ്, അബൌട്ട് അസ്, ഹെൽപ്പ്. ഇവിടെ ബൈ ഓൺലൈൻ ക്വിക്ക് റിന്യൂവൽ, കാർട്ട്. ഇവിടെ നമ്മൾ ആരുടെ പേരിലാണോ ഏജൻസി എടുക്കുന്നത് ആ പേരിലുള്ള ഏജൻസി കോഡ് കാണാം. അവിടെ നമുക്ക് ചേഞ്ച് പാസ്വേഡ് ചെയ്യാം, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ പുതിയ ഏജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഓഫീസിൽ കിട്ടിയിട്ടുള്ള പാസ്വേഡ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് വരുന്നത് നമുക്ക് അധികം മോട്ടോറാണ് സാധാരണ ഇൻഷുറൻസ് എല്ലാം സാധാരണ വരാറ്. അപ്പോൾ മോട്ടോർ എടുത്ത് മോട്ടോറിൽ നമുക്ക് കൊമേഴ്സ്യൽ വെഹിക്കിൾ ഉണ്ട്. പേസ് യു ഡ്രൈവ് പോളിസി, ഫോർ SS പ്രൈവറ്റ് കാർ, സ്റ്റാൻഡേർഡ് പോളിസി, സ്റ്റാൻഡേർഡ് CPA പോളിസി, സ്റ്റാൻഡേർഡ് OD ഫോർ മോട്ടോർ പോളിസി, സ്റ്റാൻഡേർഡ് OD ഫോർ മോട്ടോർ ടു വീലർ, പിന്നെ ടു വീലർ. ഇതിലിപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് സ്റ്റാൻഡ് ലോൺ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ടു വീലർ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടു വീലറിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. ടു വീലർ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് വിൻഡ് വരും. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു പോപ്പപ്പാണ്. അതായത് രാസാവധി കവചം, റോഡ് സേഫ്റ്റി ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. കസ്റ്റമേഴ്സിനോട് വേണമെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് എടുപ്പിക്കുകയും ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ഓക്കെ കൊടുത്ത് പിന്നീട് വരുന്നൊരു വിൻഡോ ഇതാണ്. നമ്മൾ പോർട്ടലിൽ ഫസ്റ്റ് വരുന്ന ടു വീലറിൻ്റെ ഒരു വിൻഡോ ആണ്. ഇത് ഞാനൊന്നും കൂടെ മെയിൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ ബൈ ഇൻഷുറൻസ് ഫോർ ന്യൂ വെഹിക്കിൾ, അതായത് പുതിയ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതല്ല നമ്മൾ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് ആണ്, ഇപ്പോൾ ഓൾറെഡി പുതിയ വെഹിക്കിൾ എടുത്ത് രണ്ടാമത്തെ റിന്യൂവൽ മൂന്നാമത്തെ റിന്യൂവലൊക്കെയാണ് നമ്മളടുത്ത് കിട്ടുന്നത് വെച്ചാൽ റിന്യൂ എക്സിസ്റ്റിംഗ് പോളിസി ഫോർ എനി ഇൻഷുറർ, ഏതെങ്കിലും കമ്പനിയുടെ എക്സിസ്റ്റിംഗ് പോളിസി ഉള്ള കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വാഹനത്തിൻ്റെ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക. KL55T 6447 എന്താണോ വണ്ടി നമ്പർ ഉള്ളത് ആ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക. ഇവിടെ അതുപോലെ നമുക്ക് മൂന്നക്ക വണ്ടി നമ്പേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ മൂന്നക്ക നമ്പേഴ്സ് ആണെങ്കിൽ 447 എന്നാണ് വാഹനത്തിൻ്റെ നമ്പർ എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ നാലക്കുള്ള നമ്പറാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ നമ്പർ എടുത്തു, സബ്മിറ്റ് കൊടുത്ത് പിന്നെ വരുന്നത് ന്യൂ കസ്റ്റമർ, പുതിയ കസ്റ്റമർ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. എക്സിസ്റ്റിംഗ് കസ്റ്റമർ, നിലവിൽ ന്യൂ ഇന്ത്യയുടെ ഇൻഷുറൻസ് ആ കസ്റ്റമർ എടുത്തിട്ടുണ്ടെങ്കിൽ വിത്ത് വാലിഡ് മൊബൈൽ നമ്പറും കൂടിയാണെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുക്കാൻ പറ്റും. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ ഷോപ്പിന്റെ പേരിലൊക്കെ വെഹിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ കൊടുക്കാം. ന്യൂ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ന്യൂ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കസ്റ്റമറുടെ പേര്, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഡോട്ട് കൊടുക്കുക. പിന്നെ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ചുമ്മാ ടൈപ്പ് ചെയ്ത് പോയാൽ മതി. സ്ലാഷ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. 9/9/1996. പിന്നെ ബിൽഡിംഗ് സ്ട്രീറ്റ് അഡ്രസ്സ്
അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആർ സിയിലുണ്ടാവും കറക്റ്റായിട്ട്, ലൊക്കാലിറ്റി അതും ആർ സിയിലുണ്ടാവും കറക്റ്റായിട്ട്. അത്രയും കൊടുത്ത് പിന്നെ സ്റ്റേറ്റ് ഏതാണ്, നമ്മൾ കേരള എന്ന് KER അടിച്ചു കേരള, കേരള സെലക്ട് ചെയ്ത് പിൻകോഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. നാഷണാലിറ്റി ഇന്ത്യൻ. ഈ മൊബൈൽ നമ്പർ കസ്റ്റമറുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കസ്റ്റമറുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഐ ഡിയിൽ കസ്റ്റമറുടെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ക്ലെയിംസ്, അതുപോലെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പേപ്പേഴ്സ്, മീൻസ് ഇപ്പം നമുക്ക് PDF ചിലപ്പോൾ പോർട്ടൽ ഇഷ്യൂ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്ന സമയത്ത് ഈ ഇമെയിലിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് PDF ജനറേറ്റ് ആയിട്ട് ന്യൂവിൻ്റെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഏത് ഓഫീസിലാണ്, നമ്മളെ ഓഫീസിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കസ്റ്റമേഴ്സിനുള്ള ക്ലെയിംസിൻ്റെ കാര്യങ്ങൾ, മൊബൈൽ നമ്പർ കസ്റ്റമർ അത് കൊടുക്കുക, ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് നമ്മളെ ഓഫീസിൻ്റെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കിട്ടാവുന്ന ക്ലെയിംസ്, അതുപോലെ ക്ലെയിം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ PDF ജനറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇമെയിലിലോട്ട് വരും. നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. പിന്നെ പാൻ നമ്മളുണ്ടെങ്കിൽ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. ലാൻഡ് ഫോൺ നമ്പർ ഒന്നും ഇപ്പോൾ അധികം ആരും എടുത്തില്ല. പിന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ കേസ് എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഇൻഡിവിജ്വലി ക്ലിക്ക് ചെയ്യുക. പോളിസി ഹോൾഡർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ന്യൂ ഇന്ത്യയുടെ ഇൻഷുറൻസ് പേപ്പർ ആണ് പഴയത് എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർക്കുടെ പോളിസി ഹോൾഡർ കോഡ് ഫസ്റ്റ് മേൽഭാഗത്ത് തന്നെ കാണും. ആ ഹോൾഡർ കോഡ് PO എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോഡായിരിക്കും. ആ കോഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷന് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി. ഈ ഒരു ഇമെയിൽ ഐ ഡി ഇപ്പം ഞാൻ ജസ്റ്റ് ഇമെയിൽ ഐ ഡി മാത്രം കൊടുത്തേക്കാം. ഇമെയിൽ ഐ ഡി മാത്രം കൊടുത്തു, സെർച്ച് കൊടുത്തു. നമുക്ക് ഈ ഇമെയിൽ ഐ ഡിയിൽ ഇത്രയും ഏജൻസ് ഇത്രയും കസ്റ്റമേഴ്സ് നമുക്ക് നിലവിൽ ഉണ്ട്. അതായത് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇമെയിൽ ഐ ഡിയിൽ ഓൾറെഡി കുറേ കസ്റ്റമർ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആണ് അതങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി ഇപ്പോൾ ഒരുപാട് നമ്മൾ കൊടുത്തു എന്ന് വെക്കാം. നമുക്ക് ഒന്നും കൂടി ബെറ്റർ ദാൻ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ 99 സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ നമുക്ക് ആഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഫിൽറ്ററിങ് ആണ്. ഇതെല്ലാം ഫിൽറ്ററിങ് ആണ്. ഇമെയിൽ ഫിൽറ്ററിങ് ആണ്, മൊബൈൽ നമ്പർ ഫിൽറ്ററിങ് ആണ്, ലാസ്റ്റ് നെയിം ഫിൽറ്ററിങ് ആണ്, ഫസ്റ്റ് നെയിം ഫിൽറ്ററിങ് ആണ്. ഈ PO കോഡ് നമുക്ക് ഫിൽറ്റർ ചെയ്യും. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു കോഡ് എടുത്ത് ഒരു സാധനം എടുത്ത് നമ്മൾ ചെയ്തു. പാൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ പാൻ കാർഡ് ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല, നോ കൊടുത്തു. ജസ്റ്റ് സേവ് കൊടുക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ വെഹിക്കിൾ ഡീറ്റെയിൽസ് ആണ്. ഈ വെഹിക്കിൾ ഡീറ്റെയിൽസിൽ നമുക്ക് വെഹിക്കിളിൻ്റെ ഇയർ അവിടെ കൊടുത്തിട്ടുണ്ട്. മെയ്ക്ക് ഇതിൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ല. ചില കേസിലൊക്കെ ഓട്ടോമാറ്റിക് വരാറുണ്ട്, ചില കേസിൽ ഓട്ടോമാറ്റിക് വരില്ല. അപ്പോൾ വരുന്ന കേസാണെങ്കിൽ അതങ്ങനെ കൺഫേം ചെയ്തിട്ട് RCയിൽ ഏതാണോ മൈക്കും മോഡലും അത് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക റോയൽ എൻഫീൽഡ്. എപ്പോഴും കൊടുക്കേണ്ടത് ക്യാപ്സ് ലോക്കിലുള്ള, അതായത് ഇതിപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപ്സ് ലോക്കാണ്, ഇത് ഫുള്ള് ക്യാപ്സ് ലോക്കാണ്. അപ്പോൾ ഫുള്ള് ക്യാപ്സ് ലോക്കിലുള്ളത് മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. റോയൽ എൻഫീൽഡ് 350, അതായത് 350 ക്ലാസിക്കാണ് നമ്മൾ വണ്ടിയുടെ മോഡൽ വരുന്നത്. 350 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാതും 350 ആയതുകൊണ്ട് നമുക്കത് ഒന്നുകൂടി ബെറ്റർ ക്ലാസിക് എന്ന് കൊടുക്കണം. ഇത് ഫിൽറ്ററിങ് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. കാരണം നമുക്ക് വെഹിക്കിളിൻ്റെ ഏതെങ്കിലും ഒരു മേക്ക് മോഡൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫിൽറ്റർ ചെയ്ത് തരും. ഇനി CC വരെ ഈവൺ ഈ ഫസ്റ്റ് കാണുന്നത് ബുള്ളറ്റ്, അതിൻ്റെ പേര് ക്ലാസിക് വേരിയൻറ്റ് 350cc 350cc വരെ പെട്രോൾ ആണോ ഡീസൽ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബുള്ളറ്റ് ക്ലാസിക് 350 ആ ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ക്ലാസിക് 350. ഇവിടെ ക്യൂബിക് കപ്പാസിറ്റി 350 ആണോ നോക്കണം, സീറ്റിംഗ് കപ്പാസിറ്റി 2 ആണോ നോക്കണം ടു വീലർ ആകുമ്പോൾ. അതുപോലെ വെഹിക്കിൾ സോണ് നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, പൂനെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് സോൺ Aയും, നമ്മളെ ഈ കേരളം ഭാഗങ്ങളിലെല്ലാം ആണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ഭാഗം വെഹിക്കിൾ സോൺ B ആണ് കൊടുക്കേണ്ടത്. വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്മൾ ജസ്റ്റ് വെഹിക്കിൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ RCയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും.
ആ ഡേറ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പോകും. പിന്നെ വെഹിക്കിൾ ഇൻവോയ്സ് വാല്യൂ. വെഹിക്കിൾ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ വെഹിക്കിളിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് 2016 എടുത്തിട്ടുള്ള ആ വാഹനത്തിൻ്റെ ഇന്നത്തെ മാർക്കറ്റാണ്. അതായത് ഏകദേശം 1,15,000 അന്ന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഏകദേശം എനിക്ക് തോന്നുന്നു 1,50,000 വാല്യൂ ഉണ്ട് എന്നാണ്. 50,000 വാല്യൂ ഉണ്ട്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇന്നത്തെ വാല്യൂ ഏകദേശം 45,000 രൂപ. അതാണ്. ഇനിയിപ്പോൾ അതല്ല നമുക്ക് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ, അതായത് 42,750 മുതൽ 47,250 വരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതല്ല കസ്റ്റമർ പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 50,000 മേലെ ഐ ഡി ഉണ്ട്, ഒരു 58,000 രൂപ ഐ ഡി ഉണ്ട്, എനിക്ക് ഒരു 55,000 വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? 1,55,000 എന്നുള്ളത് 1,70,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 51,000 സിസ്റ്റം ഓട്ടോമാറ്റിക് തന്നു. പിന്നെ അതിൽ നമുക്ക് മാക്സിമം പോകുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 48,450 മുതൽ 53,550 വരെ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ 1,70,000. അപ്പോൾ 1,80,000 കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 51,300 മുതൽ 56,700 വരെ. അപ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞ 55,000 നമ്മൾ ഇതിൽ ഓക്കെയാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു എമൗണ്ട് ആയതുകൊണ്ട് ഇതിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ 55,000. അപ്പോൾ ആ റെഡ് പോവുകയും ചെയ്തു. പിന്നെ അതുപോലെ ടോട്ടൽ ഐ ഡി 55,000 ഇവിടെ ഓട്ടോമാറ്റിക് ഫ്ലെക്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ കളർ ഓഫ് ദ വെഹിക്കിൾ, ഏതാണോ കളർ ഉള്ളത് വെച്ചാൽ ആ വെഹിക്കിളിൻ്റെ കളർ കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് കളറാണെന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ രജിസ്ട്രേഷൻ ഡേറ്റ് ഓട്ടോമാറ്റിക് നമ്മൾ RCയിലുള്ളത് ഫ്ലെക്സ് ആയിട്ട് വന്നതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. രജിസ്ട്രേഷൻ നമ്പർ ഒന്നും കൂടി കൺഫേം ചെയ്യുക. ചേസ് നമ്പറിന് എൻജിൻ നമ്പറിൽ ലാസ്റ്റ് 4 അക്കം മീൻസ് 3 അക്കം ഇതിൽ ഓട്ടോമാറ്റിക് കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാം ഫെച്ചിങ് ആണ്. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഡേറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരില്ല. പിന്നെ NCBയുടെ ഡീറ്റെയിൽസ് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ NCB എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ആ പഴയ പോളിസിയിൽ NCB ഉണ്ടെങ്കിൽ ക്ലെയിം ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യെസും, ക്ലെയിം എടുത്തിട്ടുണ്ടെങ്കിൽ നോയുമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അലേർട്ട് ഉണ്ട്. ഡിയർ കസ്റ്റമർ, ഇൻ കേസ് എ ഡിക്ലറേഷൻ റിഗാർഡിംഗ് NCB പ്രീവിയസ് ഇൻഷുറൻസ് പോളിസി. ഇതിലെല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നെയിം, പ്രീവിയസ് പേപ്പറിലെ പേര് കറക്റ്റ് ആണോ എന്നുള്ളത്, പ്രീവിയസ് പേപ്പർ പോളിസി നമ്പർ നിർബന്ധമാണ്, അഡ്രസ് പ്രീവിയസ് അഡ്രസ്സിൽ അഡ്രസ്സ് നിർബന്ധം, പ്രീവിയസ് പോളിസി എക്സ്പയറി ഡേറ്റ് നിർബന്ധമാണ്. NCBയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കും വേണം. ക്ലെയിംസും അതുപോലെ നെയിം, ക്ലെയിംസ്, ഡേറ്റ്, ഈ 3 കാര്യം നിർബന്ധമായിട്ട് നോക്കണം. അത് ഓക്കെ ആണെങ്കിൽ കൊടുക്കുക, യെസ് കൊടുക്കുക. എത്ര പെർസെൻറ്റേജ് പഴയ പേപ്പറിൽ 20, 25, 50, 2016 ആയതുകൊണ്ട് 50% കൊടുക്കുക. ഇവിടെ ഒരു കോഡ് വരാറുണ്ട്. ആ കോഡ് ഇപ്പോൾ വന്നിട്ടില്ല, അത് നമുക്ക് ലാസ്റ്റ് വരും, ഞാൻ കാണിച്ചു തരാം. പിന്നെ പ്രീവിയസ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്. ഈ പ്രീവിയസ് ഇൻഷുറൻസ് ഡീറ്റെയിൽസിൽ പഴയ പോളിസി ഏത് കമ്പനിയുടേതാണ്, ആ കമ്പനി ഏത് കമ്പനിയുടേത് ആണെന്നുണ്ടെങ്കിലും അതേ കമ്പനിയുടേത് കൊടുക്കുക. ഓറിയന്റിൽ പ്രീവിയസ് പോളിസി നമ്പർ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് അഡ്രസ്സ് അത് പഴയ പോളിസി നോക്കിയിട്ട് തന്നെ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ NCB കൊടുത്ത കാരണം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഏകദേശം 2024 സെപ്റ്റംബർ മാസമാണ്. ഏകദേശം 25-ാം തീയതി കൊടുത്തു. ഇത് പോളിസി സ്റ്റാർട്ട് ഡേറ്റ്, പ്രീവിയസ് പോളിസി എക്സ്പയറി ഡേറ്റ്, അതെല്ലാം കറക്റ്റ് ആണോന്ന് ഒന്നും കൂടി റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോപ്പപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കവറേജ് ഡീറ്റെയിൽസ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ 59, പാക്കേജ് എന്ന് പറഞ്ഞാൽ ഫുൾ കവർ, ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി. ഇത്രയും കാര്യമാണ്. ഇതിലിപ്പോൾ തേർഡ് പാർട്ടി ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, പാക്കേജ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ID എല്ലാം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കേജ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. ഇവിടെ ചോദിക്കുന്നത് ഡസ് ദ ഓണർ ഡ്രൈവ് ദ വെഹിക്കിൾ, അതായത് വെഹിക്കിൾ ഓണർ ഡ്രൈവ് ചെയ്യുന്ന വാഹനമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒട്ടുമിക്ക വാഹനങ്ങളും 2 വീലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം എൻ്റെ പേരിലുള്ള വാഹനം ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ആരും കൂലിക്ക് വെക്കാറില്ല. അതുകൊണ്ട് 2 വീലർ ആയതുകൊണ്ട് മിക്കവാറും യെസ് കൊടുക്കുക. ഇനി അല്ലാത്ത കേസുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും വൈഫിൻ്റെ പേരിൽ, ഉമ്മയുടെ പേരിലൊക്കെ അല്ലെങ്കിൽ അമ്മയുടെ പേരിലൊക്കെ വാഹനം എടുത്തിട്ടുണ്ടാവും, ഉപയോഗിക്കുന്ന വേറെ ആളായിരിക്കും. അന്നേരം നമുക്ക് നോ കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് വാഹനം ഓടിക്കുന്നത്. ആദ്യം മീൻസ് RC കസ്റ്റമർ തന്നെയാണ് കസ്റ്റമറുടെ വാഹനം ഓടിക്കുന്നത് എങ്കിൽ ലൈസൻസിൻ്റെ ടൈപ്പ് വിത്ത് ഗിയർ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നെയിം ഓഫ് നോമിനി നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് ഇൻഷുറർ ഏജ് ഓഫ് നോമിനി മെയിൽ, ഇവിടെ 2 സാധനം. അതായത് ഡു യു ഹാവ് എനി സ്റ്റാൻഡ് ലോൺ കമ്പൾസറി PA
കവർ പോളിസി ഓഫ് 15 lakhs, 15 ലക്ഷം രൂപയുടെ വേറെ ഏതെങ്കിലും ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിന്റെ പേരിൽ എടുത്തിട്ടുണ്ട്, ആ വാഹനത്തിന്റെ ആ പോളിസിയിൽ ഈ വാഹനത്തിന്റെ നമ്പർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ യെസ് കൊടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കാൻ പറ്റും. ഇത് എന്തിനുള്ളതാണെന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓണർ വെഹിക്കിൾ PA കവേജ് നമുക്ക് ആക്റ്റീവായി കിട്ടും. പിന്നെ വരുന്നത് പോളിസി പീരിയഡ് ആണ്. പീരിയഡ് ഒരുവിധം മിക്ക വാഹനങ്ങൾക്കും 1 ഇയർ ആയിരിക്കും. ഓട്ടോമാറ്റിക് വന്ന് കാണും, ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 1 ഇയർ കൊടുക്കുക, 2 ഇയർ കൊടുക്കുക, 3 ഇയർ കൊടുക്കുക. അപ്പോൾ 1 ഇയർ മതി. 1 ഇയർ ആണ് സാധാരണ എല്ലാ കസ്റ്റമേഴ്സും ചെയ്യാറ്. പിന്നെ അഡീഷണൽ കവറേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യ സാധനം കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സാധനം PA കവർ അൺനെയിംഡ് പേഴ്സൺ, പില്യൻ പാസഞ്ചർ, അതായത് നമ്മളെ വണ്ടിയുടെ 2 വീലർ ആണല്ലോ, 2 പേര് ഇരിക്കുന്നവരാണ്. ഈ 2 പേരിൽ ആർക്കും ഒരു ക്ലെയിം കഴിഞ്ഞാൽ, പരിക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് നമുക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കൊടുത്ത ചില്ലറ എമൗണ്ട്, അതായത് 60 രൂപ പ്ലസ് ടാക്സ്, അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു എമൗണ്ട് കിട്ടും. 1 ലക്ഷം രൂപ വരെ നമുക്ക് കവേർഡ് ആവും PA പേഴ്സണൽ ആക്സിഡന്റ് ആയതുകൊണ്ട്. 2 വീലറിൽ ഇത് വേണമെങ്കിൽ കൊടുക്കാം എന്ന് മാത്രം. പിന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് 2 വീലറിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, ഇത് ഇതേപോലെ തന്നെ അവിടെ കിടന്നുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് നമുക്ക് പോർട്ടലിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 40 വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് 40 കൊടുക്കണമെങ്കിൽ 40 കൊടുക്കാം, 40% ഡിസ്കൗണ്ട് പെർസെൻറ്റേജും അതുപോലെ ഡിസ്കൗണ്ട് എമൗണ്ട്. ഇപ്പോൾ ഒരു 500 രൂപ മുപ്പത് കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 500 രൂപ എന്ന് എഴുതുക. അതല്ല നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ 40% പറഞ്ഞ് 40% കൊടുക്കുക. അപ്പോൾ 40 ഇവിടെ കൊടുത്തു. പിന്നെ ഇവിടെ ആൻറ്റി തീഫ് ഡിവൈസ് അതൊന്നും ബൈക്കിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ നോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പ്രീമിയം ഒന്നും ലെസ്സിങ് ഉണ്ടാവും. പിന്നെ ഫിനാൻസ് ഡീറ്റെയിൽസ്, വാഹനം ഫിനാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിനാൻസിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. അഗ്രിമെൻറ്റ്, ഫിനാൻസ് അഗ്രിമെൻറ്റ്, ഐപ്പന്തിക്കേഷൻ അഗ്രിമെൻറ്റ്, ഈ ഒരു സാധനത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഐപ്പന്തിക്കേഷൻ അഗ്രിമെൻറ്റിലാണ് കൊടുക്കേണ്ടത്. എല്ലാ ഫിനാൻസും ഒരുവിധം 99% ഐപ്പന്തിക്കേഷൻ അഗ്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ വെച്ച് കൊടുക്കുക. അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേഷന് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവൻ കാൽക്കുലേറ്റ് പ്രീമിയം എന്നുള്ള ഈ സാധനം ഒന്ന് ലൈറ്റ് കത്തി വരും. ഇത് അതില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു മിസ്മാച്ച് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് NCBയുടെ കോളത്തിൽ എന്തൊരു സാധനം കൂടി വരാനുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ഈസ് ദ ക്ലെയിം പെൻഡിങ് പെയ്ഡ് പോളിസി വിച്ച് ഈസ് ടു ബി റിന്യൂഡ്. അതായത് പഴയ പോളിസിയിൽ എന്തെങ്കിലും പെൻഡിങ് ക്ലെയിംസോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ക്ലെയിം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് 50% വരും. യെസ്, അതെ ക്ലെയിം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 0 ആവും. നെയിം ട്രാൻസ്ഫറോ ക്ലെയിമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 0 ആവും. അതല്ലെങ്കിൽ ഇവിടെ 50% ഇത് വരും. എന്നിട്ട് സേവൻ കാൽക്കുലേറ്റർ ഇവിടെ ലേറ്റ് വരും. നേരത്തെ പറഞ്ഞപ്പോൾ ലേറ്റ് വന്നിട്ടുണ്ട്, മീൻസ് ഹൈഡിങ് പോയിട്ടുണ്ട്. അപ്പോൾ സേവൻ കാൽക്കുലേറ്റ് പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രീമിയങ്ങളെല്ലാം കിട്ടി. പക്ഷേ ഇവിടെ നമുക്കൊരു മിസ്മാച്ച് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്കൗണ്ട് എന്നുള്ളൊരു കോളത്തിൽ ഇവിടെ ഒരു ഡിസ്കൗണ്ട് കോളം കൂടി വരാനുണ്ട്. 34,520. നമ്മൾ നേരത്തെ 55,000 ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും മീൻസ് കസ്റ്റമറോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം നോക്കിയിട്ട് പറയരുത്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 34,000 ആണ് ഐഡിയ ഉള്ളത്, അത് 55 ആക്കണം. ഡിസ്കൗണ്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ വെഹിക്കിൾ ഡീറ്റെയിൽസ് വീണ്ടും എടുത്തിട്ട് നമ്മൾ വെഹിക്കിൾ ഡീറ്റെയിൽസ് 34,000 ആണ് ഐഡിയ ഉള്ളത്. 1,70,000 80,000 നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1,80,000 കൊടുത്തിട്ട് 54 ഉള്ളത് 55,000 IDV ആക്കി. NCV 50%. പിന്നെ ഡിസ്കൗണ്ടിൻ്റെ കോളം വന്നിട്ടില്ല, അത് ഇവിടെ 0 ആണ്. അത് നമ്മൾ ജസ്റ്റ് 40% ആക്കി കൊടുത്ത് സേവ് ആൻഡ് കാൽക്കുലേറ്റ് പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ വരും. കോഡ് നമ്പർ, ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് എപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ കോഡ് നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ടോട്ടൽ IDV 55,000. ഡിസ്കൗണ്ട് അപ്ഗ്രേഡ് 406 രൂപ ഡിസ്കൗണ്ട്, 40% 406 രൂപ കുറവുണ്ട്. എസ്റ്റിമേറ്റ് പ്രീമിയം 2016, നെറ്റ് പ്രീമിയം 2,378. ഈ 2,378 കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടത്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രൂവ് ആൻഡ് പേ കൊടുത്ത് നേരെ പേ ചെയ്യാൻ പറ്റും. സെൻഡ് കോഡ്, ഈ കസ്റ്റമർക്ക് ഈ കോട്ടേഷൻ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് കോഡ് കൊടുക്കുക. ഓക്കെ, മെയിൽ ആൻഡ് SMS നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇമെയിലിലോട്ടും മൊബൈൽ നമ്പറിലോട്ടും SMS ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഡിയർ കസ്റ്റമർ, എസ്റ്റിമേറ്റ് 2 വീലർ പ്രീമിയം അഗൈൻസ്റ്റ് കോഡ് നമ്പർ വന്നിട്ട് 2016 പ്രീമിയം എമൗണ്ട്
അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ വന്നിട്ടുണ്ട്, മെസ്സേജ് ആയിട്ട് തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു ടൂ വീലർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള സമയമാണ്. പോർട്ടലാണെങ്കിൽ ഭയങ്കര സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.